നമസ്കാരം. രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. പണ്ടൊക്കെ ആദിമ മനുഷ്യൻ കായിക ശക്തിയിൽ വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിൽ മാത്രം മുന്നോട്ട് നീങ്ങുകയും ചെയ്ത ഒരു വർഗമായിരുന്നു. പക്ഷേ ഇന്ന് മനുഷ്യന് കായിക ശക്തിക്ക് ചില മേഖലകളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ആരോഗ്യം വേണമെങ്കിൽ പോലും ബൗദ്ധികമായ നീതിയുക്തമായ ഇടപെടലുകളാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ മുന്നോട്ട് നയിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് അങ്ങനെയല്ല എന്ന് രീതിയിൽ കാണിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള ചില യുദ്ധങ്ങൾ മുതൽ പല ഉദാഹരണങ്ങളും അതിനുണ്ട്. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റം വരേണ്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച നടന്ന രണ്ട് സംഭവങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ ഒരു ബ്ലോക്കിൽ പെട്ടിട്ട് ആംബുലൻസിൽ പോയൊരു കുട്ടി ഹോസ്പിറ്റലിൽ എത്താൻ കഴിയാതെ ബ്ലോക്കിൽ പെട്ട് കുടുങ്ങി ആ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. രണ്ടാമത്, ഇലക്ഷൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും നടക്കാറുള്ള പോലെ കൊട്ടിക്കലാശം എന്ന് പറയുന്ന കലാപരിപാടി. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ റോഡുകൾ എന്ന് പറയുന്നത് പൊതുഗതാഗത മാർഗങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടേതുപോലത്തെ ഹൈപ്പർ കൺജസ്റ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെയധികം കൂടുതലുള്ള രാജ്യവും സംസ്ഥാനവും ഒക്കെ ആയിരിക്കുന്ന നമ്മുടെ ഇവിടെ ആകെയുള്ള റോഡുകളിൽ നേരാമണ്ണം എല്ലാ കാര്യങ്ങളും ഫുൾ സ്പേസ് അലോ ചെയ്ത് കൊടുത്താൽ തന്നെ യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഏത് മതത്തിനും ആയിക്കോട്ടെ, ഇവിടെ മതവ്യത്യാസമില്ല. ABC, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൽ പന്തിയിൽ പക്ഷഭേദം കാണിക്കാൻ പറ്റില്ല വോട്ട് ബാങ്കിൻ്റെയും മറ്റ് പലതിൻ്റെയും ബേസിസിൽ. അത് വ്യക്തമായിട്ട് പറയട്ടെ. രണ്ടാമത്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങളോ ജാഥകളോ എന്തോ ആയിക്കോട്ടെ, അല്ലെ, ഇതൊക്കെ എന്തിനാണ് ഇന്നത്തെ കാലത്ത്? നമ്മുടെ ആകെയുള്ള റോഡുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വേണമോ ഇത്തരത്തിലുള്ള പരിപാടികൾ? നമ്മൾ 2025 ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് ഇലക്ഷൻ പ്രചാരണങ്ങളാണെങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് ഇത്രയധികം ഫ്ലക്സുകളും തോരണങ്ങളും ബഹളങ്ങളും മാനുവലായിട്ട് ആൾക്കാർ ഇറങ്ങിയുള്ള ക്യാമ്പയിനിങ് എന്നുള്ള ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ അടുത്തിടെ വായിച്ച മുരളി തുമ്മാരിക്കുടിയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു അധ്യായത്തിൽ മുഴുവനായിട്ട് ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വേണ്ടേ? ഈ വലിയ ഫ്ലക്സുകളും ഈ മാനുവലായിട്ടുള്ള ക്യാമ്പയിനിങ്ങിലും എത്ര പേര് അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് മാറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയും മൊത്തത്തിൽ ആൾക്കാരുടെ സമാധാനം, ഈ ഒരു യാത്രാ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഓർഡർ ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ഇനിയുള്ള കാലത്തെങ്കിലും ഇലക്ഷനിൽ കൊട്ടിക്കലാശം പോലെ ഒരുപാട് നേരം വഴി ബ്ലോക്ക് ചെയ്ത് സമയം കളഞ്ഞുകൊണ്ടുള്ള കലാപരിപാടികൾ ഒഴിവാക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. വേറൊരു രീതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ റോഡ് ഷോ ആയിട്ട് പോകുന്നത്. കിലോമീറ്ററുകളോളം സകലരെയും മുടക്കിയുള്ള റോഡ് ഷോ. പ്രമുഖ നേതാക്കളെല്ലാം പാർട്ടി ഭേദമന്യേ അത് പലപ്പോഴും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് TV-യിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മുടെ നേതാവ് പോകുന്നു, എല്ലാവരും കൈ കാണിക്കുന്നു. പക്ഷെ അതിലൂടെ യാത്ര ചെയ്യുന്ന പലവിധ ആവശ്യങ്ങൾക്കായി പോകുന്ന സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തടസ്സം തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വ്യക്തിപരമായിട്ടോ കൂട്ടമായിട്ടോ ഇതിൽ പ്രതികരിക്കാറില്ല എന്നുള്ളതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. വി ഹാവ് ബിക്കം സോ യൂസ്ഡ് ടു മീഡിയോക്രിറ്റി ദാറ്റ് വി ഡസൻറ്റ് ഫീൽ ഇറ്റ് ഇസ് എ ട്രബിൾ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. പക്ഷെ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ മതപരമായ രാഷ്ട്രീയപരമായ പരിപാടികൾ ഇനിയത്തെ കാലത്തെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ ഏത് മതവിശ്വാസിയാവാം, അവിശ്വാസിയാവാം, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിശ്വാസിയാവാം, അവിശ്വാസിയാവാം. പക്ഷെ ഇത്തരത്തിലുള്ള പൊതു നന്മയുള്ള ശരിയായിട്ടുള്ള പൊതു കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവിടെ രാഷ്ട്രീയപരമായ ഐഡിയോളജിക്കലായുള്ള വ്യത്യാസങ്ങൾ അവിടെ ബാധകമാവരുത്. നമ്മുടെ റോഡുകളാണ്. ഇവിടെ ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്, ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു ജീവൻ. ഇനി നേരിട്ട് ജീവൻ നഷ്ടം ഉണ്ടായില്ലെങ്കിലും സമയം എന്ന് പറയുന്നത് പണ്ടും എന്നും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ട ഒരു കമ്മോഡിറ്റിയാണ്. നമ്മുടെ സമയം അങ്ങനെ വഴിയിൽ ബ്ലോക്കുകളിൽ കുടുങ്ങി കളയാനുള്ളതല്ല. അശാസ്ത്രീയമായ റോഡ് പണിയുടെ ഭാഗമായിട്ടും വേണ്ട സമയത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൻ്റെ ഭാഗമായിട്ടും ഇഷ്ടംപോലെ ബ്ലോക്ക് വരുന്നുണ്ട്. നമ്മളിതാ റീസെന്റ് ദിവസങ്ങളിൽ പേപ്പറിൽ കണ്ടില്ലേ, പാലിയേക്കരയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, വഴി സുഗമമായ യാത്ര ഉറപ്പാക്കാനാകില്ലെങ്കിൽ ടോള് പിരിക്കുന്ന എന്തിനാണെന്ന് കോടതി ചോദിക്കുന്ന അവസ്ഥ വരെ എത്തി. അപ്പം അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയും മതങ്ങളുടെയും പേരിലുള്ള ഈ ബ്ലോക്കുകളെങ്കിലും ഒഴിവാക്കാൻ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കേണ്ടതാണ്. ഇത്തരം നല്ല കാര്യങ്ങൾക്കെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇനിയൊരു ജീവൻ ഇങ്ങനെ വഴിയിൽ പൊഴിയാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഒരു കാര്യത്തിലെങ്കിലും നിന്റെ പാർട്ടി, എൻ്റെ പാർട്ടി, എൻ്റെ മതം, നിന്റെ മതം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലാതിരിക്കും. പ്രകടമായ കാര്യങ്ങൾ, ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒഴിവാക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിപ്പോൾ റീസെൻറ്റ് ഇവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, പ്രതിഷേധങ്ങളുടെ കാര്യമാണ്. പലപ്പോഴും പ്രതിഷേധം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാൽനടയായിട്ടുള്ള യാത്ര, പ്രതിഷേധം, പ്രകടനം, പോലീസിൻ്റെ തടയൽ, ടിയർ ഗ്യാസ് ഉപയോഗിക്കൽ, അടിച്ചമർത്തൽ, അവിടെ പ്രതിഷേധം, അത് വാർത്തയിൽ ഫ്ലാഷ് ന്യൂസ് ആവണം. പലപ്പോഴും നല്ല ന്യൂസ് കവറേജ് കിട്ടാനും തങ്ങളുടെ മുഖം ക്യാമറയിൽ വരാനും ഇതൊരു നല്ല വഴിയാണെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഇന്നത്തെ കാലത്തും പ്രതിഷേധങ്ങൾക്ക് ഇത്തരം ഫിസിക്കൽ രീതികൾ തന്നെ വേണമോ? കരിങ്കുടി കാണിക്കുന്നവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ തല്ലിച്ചതയ്ക്കൽ തുടങ്ങിയ പല ഉജ്ജ്വലമായ പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട്. കറുപ്പിനോട് തന്നെ അലർജിയാവുന്ന ചില നേതാക്കളുടെ ആറ്റിറ്റ്യൂഡും കാണാറുണ്ട്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഫിസിക്കലി പ്രതിഷേധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലത്തൊരു സ്ഥാനമുണ്ടോ, ഉണ്ടാകേണ്ടതുണ്ടോ? ഇത് മാറണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യായമായ ആവശ്യം, അത് ഫിസിക്കലി ഇങ്ങനെ
ഒരു സമരം ജാഥയൊക്കെ നടത്തി ബ്ലോക്ക് ഉണ്ടാക്കി തടഞ്ഞ് ബാരിക്കേഡ് വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ നടത്തിയാൽ മാത്രമേ ന്യായമായ ഒരു ആവശ്യം നടത്തി കിട്ടുകയുള്ളൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത്രയ്ക്കൊരു അത്യാവശ്യമല്ലാത്തൊരു കാര്യം പോലും ന്യൂസ് മീഡിയനെ പേടിച്ചും ജനങ്ങളെ പേടിച്ചും അതിന് കവറേജ് കിട്ടുന്നതുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തി തരും എന്നൊരവസ്ഥ വന്നാൽ, അതായത് കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നൊരവസ്ഥ വന്നാൽ കൂടുതൽ പേര് ഈ രീതികളിലേക്ക് പോകും. നേരെ മറിച്ച് ഒരു കാര്യത്തിന് മെറിറ്റ് അനുസരിച്ച്, ആ കാര്യത്തിന് മെറിറ്റ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫിസിക്കൽ രീതികളിലേക്ക് പോകാതെ തന്നെ അത് നടത്തി കിട്ടുന്ന ഒരു അവസ്ഥ വന്നാൽ ഇത്തരത്തിലുള്ള മാർഗ്ഗങ്ങളിലേക്ക് ആളുകൾക്ക് പോകേണ്ടി വരില്ല. എല്ലാ സമയത്തും ആവശ്യത്തിനാണ് പോകുന്നത് ഞാൻ പറയില്ല, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ശരിയാണെങ്കിൽ ഈ ബഹളങ്ങളൊന്നും ഇല്ലാതെ നടത്തി കിട്ടുകയും ഒരു കാര്യം തെറ്റാണെങ്കിൽ എന്ത് ബഹളം വെച്ചാലും അത് നടത്തി കിട്ടുകയില്ല എന്നൊരു അഷുറൻസ് വന്നു കഴിഞ്ഞാൽ കാലക്രമേണ ഇതെല്ലാം നിൽക്കും. അല്ലെങ്കിൽ പിന്നെ നിയമം മൂലം നിർത്താനുള്ള വഴികൾ തേടേണ്ടതാണ്. നമ്മുടെ രാജ്യത്തൊരു രീതി വെച്ച് നിയമം മൂലം നിർത്തുന്ന ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു രീതി വരണം. ഇത് ശരിക്കും നമുക്ക് കുട്ടികളുടെ കേസിൽ പോലും ആപ്ലിക്കബിൾ ആണ്. കുട്ടികളുടെ കേസിലും ഇൻഡിവിജ്വൽ വ്യക്തികളുടെ കേസിലും ഒരു മാസിന്റെ കേസിലും എല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. ചെറിയ കുട്ടികളുടെ ഒരു പ്രായം കഴിഞ്ഞ കുട്ടികളുടെ കേസിൽ ഞാൻ പാരൻസിനോട് പറയാറുണ്ട്, ചില കുട്ടികൾക്ക് ടെമ്പർ ടാൻട്രംസ് ഉണ്ട്, ഹെഡ് ബാങ്കിങ്, തലയിടിക്കൽ, ചുമരുമിട്ടിടിക്കൽ പോലത്തെ പരിപാടികൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാവാനുള്ള പ്രായം ആയിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ നോ എന്ന് പറയും മുമ്പ് പലതവണ ആലോചിക്കുക. ആ കാര്യത്തിന് ദോഷങ്ങളുണ്ട്, അത് കുട്ടിക്ക് പ്രായത്തിൽ വേണ്ടതില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചൊരു നോ പറഞ്ഞാൽ പിന്നെ കുട്ടി എന്ത് ബഹളം കാണിച്ചാലും വാശി പിടിച്ചാലും തലയിട്ടടിച്ചാലും നമ്മൾ ആ കാര്യം നടത്തി കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യം നടത്തി കൊടുത്താൽ ഇനിയും ഇങ്ങനെ ചെയ്താൽ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ നടക്കുകയുള്ളൂ എന്നൊരു ചിന്താഗതി കോൺഷ്യസ്ലി ആൻഡ് സബ് കോൺഷ്യസ്ലി ആ കുട്ടിയുടെ തലച്ചോറിൽ വരികയാണ്. കുട്ടി പിന്നെയും ഇത് ആവർത്തിക്കും. അപ്പോൾ ലൈറ്റായിട്ട് പറഞ്ഞാൽ പാൽ അർഹിക്കുന്ന കുട്ടിയാണെങ്കിൽ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കൊടുക്കണം, അത് അർഹിക്കാത്തവരാണെങ്കിൽ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ പോലത്തെ ഡെമോക്രസിയിൽ കവറേജും മീഡിയയും ഉൾപ്പെടെ പല കാര്യങ്ങളാണ് ഇവിടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. ഒരു കാര്യത്തിന് ന്യായാന്യായത്തെക്കാൾ കൂടുതൽ അതിൻ്റെ കവറേജ് കിട്ടുന്നതനുസരിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങളിലും ശ്രദ്ധ വരുന്നതും നടത്തിക്കുന്നതും. അങ്ങനെ ഒരു അവസരത്തിൽ ഇതിനൊക്കെ മാറ്റം വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും നടക്കാത്ത ഒരു ഐഡിയലിസ്റ്റിക് വേൾഡിൽ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു സ്വപ്നം ചെയ്യാൻ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ എന്താണ് ഐഡിയലി വേണ്ടത് നമുക്കൊരു ധാരണ വേണം. വളരെ ദൂരെയാണെങ്കിലും ചില ലക്ഷ്യങ്ങൾ എവിടെയാണ് നമ്മൾ എത്തേണ്ടത് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ മൂവ് ഫോർവേഡ് അറ്റ് അവർ ഓൺ പേസ്. ആ ധാരണ ഇല്ലാതെ അവിടെ ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെയോ അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നിടമാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചോ നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് കുറച്ച് ദൂരെയാണെങ്കിലും പോകേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഈ വഴി മുടക്കിയുള്ള രാഷ്ട്രീയ മതപരമായ എല്ലാ പരിപാടികളും പാർട്ടിയുടെ ആണെങ്കിലും അടുത്തൊരു പാർട്ടി സമ്മേളനത്തിൽ കോടതി ഇടപെടുന്നതൊക്കെ കണ്ടു. അഹങ്കാരത്തിന്റെ ഭാഗമായിട്ട് വഴിയിൽ ഫ്ലക്സ് വെച്ച് അങ്ങോട്ട് തടയാണ്, ഇത് ഞങ്ങളുടെ റോഡ് വേണമെങ്കിൽ നീ സഞ്ചരിച്ചോ എന്നുള്ള ഭാവം. ഇതിൽ ആരും മോശമൊന്നുമില്ല, എല്ലാവരും ഇതിൽ ഒറ്റക്കെട്ട് തന്നെയാണ് ശക്തി അനുസരിച്ച്. അപ്പോൾ ഇതിൽ മാറ്റം വരണം. എല്ലാം ആവാം, മത സ്വാതന്ത്ര്യമാകാം, രാഷ്ട്രീയ സ്വാതന്ത്ര്യമാകാം, പക്ഷെ ദയവായി നമ്മുടെ ഓൾറെഡി ഹൈപ്പർ കൺജസ്റ്റഡ് ആയിട്ടുള്ള പൊതുവഴികൾ മുടക്കിക്കൊണ്ടാകരുത് ഈ പരിപാടി എന്നുള്ളത്. ഇത് ഓരോ പൗരനും വിചാരിക്കുന്നതാണ്, ആരും തുറന്ന് പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ ഫിസിക്കലായിട്ടുള്ള പരിപാടികൾക്ക് തടയലുകളും സമരവും ആക്രമണവും അതിൽപ്പെട്ട് ഇപ്പോൾ നമ്മുടെ കരിങ്കൊടി കാണിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ആക്രമണം നേരിട്ടിട്ട് അയാൾ റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ എന്നൊക്കെ റീസെൻ്റ്ലി കണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫിസിക്കലായിട്ടുള്ള പരിപാടികളൊക്കെ നിർത്തി കുറച്ചും കൂടി ഒരു സിവിലൈസ് സൊസൈറ്റി ആയിട്ട് ബൗദ്ധികമായ കാര്യങ്ങളിൽ നീതിയുക്തമായ കാര്യങ്ങളെ ബേസ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന കുറച്ചും കൂടി ഒരു സിവിലൈസ് സൊസൈറ്റി ആയിട്ട് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല മാനദണ്ഡം, അല്ലെങ്കിൽ ഒരു മീഡിയ കവറേജ് മാത്രമായില്ല മാനദണ്ഡം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. ഒരു ജനാധിപത്യത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ മുന്നേറേണ്ട ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെ സത്യസന്ധമായിട്ട് നോക്കുക കൂടി വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യക്തിയാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും രാജ്യമാണെങ്കിലും കുടുംബമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു ഇന്ത്യൻ പൗരന്റെ നിലയിൽ മതവിശ്വാസമുള്ള, ഈശ്വരവിശ്വാസമുള്ള, രാഷ്ട്രീയമായ അഭിപ്രായമുള്ള ഇതൊക്കെ ഉണ്ട്. ഞാൻ അരാഷ്ട്രീയവാദിയോ ദൈവവിശ്വാസവും മതവിശ്വാസവും ഇല്ലാത്ത ആളൊന്നുമല്ല, എനിക്കിതെല്ലാം ഉണ്ട്. പക്ഷേ എന്നാൽ പോലും പൊതുവഴിയിലല്ല ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തേണ്ടത് എന്നുള്ളതും രാഷ്ട്രീയ കാര്യങ്ങൾ ഈ പ്രതിഷേധങ്ങളെല്ലാം ഫിസിക്കൽ ഇതല്ല വേണ്ടതെന്നുള്ളതിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ദാറ്റ് ഈസ് ഇൻസ്പൈറ്റ് ഓഫ് മൈ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്, നോട്ട് ബിക്കോസ് ഐ ലാക്ക് ദോസ് ഒപ്പീനിയൻസ്. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കും. താങ്ക് യു.